മക്കളെ, അപ്പോൾ നമ്മളുടെ അഗ്നി ബാച്ചിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് മിസ്സിന് ഇവിടെ പറയാനുള്ളത്. അതായത് നമ്മളുടെ അഗ്നി ബാച്ചിൽ ഇപ്പോൾ എത്ര ചാപ്റ്റേഴ്സ് കഴിഞ്ഞു, ഇപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൻ്റെ ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ അഗ്നി ബാച്ചിലുള്ള മക്കൾക്ക് അറിയുന്നുണ്ടാവും അവർ ഏതൊക്കെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു എന്ന്, കാരണം അവർ ക്ലാസ് കണ്ടവരാണ്. ആൻഡ് ബാക്കിയുള്ള മക്കൾ എന്തിനു ഈ വീഡിയോ കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ +1 വരികയാണ്. അപ്പോൾ +1 വരുന്നത് നമുക്കിതെല്ലാം പുതിയ കാര്യങ്ങളാണ്. നമ്മൾ NCERT സിലബസ്, അതേപോലെ തന്നെ ചാപ്റ്റേഴ്സ്, അതിൻ്റെ ലാംഗ്വേജ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് നേരത്തെ തന്നെ പഠിച്ച് തുടങ്ങുകയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, അതൊന്ന് പഠിച്ച് അതൊന്ന് റിയലൈസ് ചെയ്ത് അല്ലേ, നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് എത്തി ഒരു പുതിയ സിലബസ് പഠിച്ചാണ്, എന്നിട്ട് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഒത്തിരി തവണ ഒരു റിവിഷൻ പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഈ പുതിയ ടേംസും കാര്യങ്ങളൊക്കെ നമ്മളെ തലയിൽ കയറുക. ഓക്കെ, അപ്പോൾ അതിന് എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ ഒന്നും പഠിക്കുന്നില്ല, ഇനിയിപ്പോൾ സ്കൂളിൽ അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷമാണെന്നുണ്ടാകുമ്പോൾ സ്കൂളിൽ ചാപ്റ്റേഴ്സ് ഇങ്ങനെ പോകും. കാരണം അപ്പോൾ തന്നെ സ്കൂൾ തുറന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഓണം എക്സാം ഒക്കെ വരും, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ ക്രിസ്മസ് എക്സാം, ചാപ്റ്റേഴ്സ് ഇങ്ങനെ പോകും. പക്ഷേ അവിടെ ടെൻഷനായി പോകുന്നത് നമ്മളായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത മക്കളാണെങ്കിൽ മക്കളെ നേരത്തെ പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ നമ്മൾ ആകെപ്പാട് ഒരു ടെൻഷനായി പോകും. ഇപ്പോൾ നമ്മുടെ അഗ്നി ബാച്ചിലുള്ള മക്കൾക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാകും, ഓരോരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴുള്ള ഒരു വ്യത്യാസം. ഓക്കെ, അങ്ങനെ നിങ്ങൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങളോട് മിസ്സിന് പറയാനുള്ളത്, സ്റ്റാർട്ടിങ്ങിൽ കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും പുതിയ ടേംസ് ആണ്, കുറച്ച് സമയം എടുക്കും. പതിയെ 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 ഓരോ ക്ലാസ് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ സ്കൂളിലെ ക്ലാസ് കേട്ട് പിന്നെ നമ്മളെ റിവിഷനൊക്കെ കഴിയുമ്പോഴേക്ക് സെറ്റ് ആയിക്കോളും. പക്ഷേ അതിനെല്ലാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ മാത്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മാത്സിൻ്റെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, നമ്മുടെ കുട്ടികൾ അതിൻ്റെ ടെസ്റ്റും എടുത്തു കഴിഞ്ഞു. ആൻഡ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ മെയ് 30 കൂടി കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ജൂൺ 7 അതിൻ്റെ എക്സാം വരുന്നത്. ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, എക്സാമും കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ജൂൺ 3 കൂടി കംപ്ലീറ്റ് ചെയ്യും, അതിൻ്റെ ടെസ്റ്റ് വരുന്നത് ജൂൺ 8. ആൻഡ് കെമിസ്ട്രിയുടെ കാര്യം വരികയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ മെയ് 28 കൂടിയിട്ട്, അതായത് ഇന്നത്തോടു കൂടി കംപ്ലീറ്റ് ആകും. ആൻഡ് ജൂൺ 1 കൂടിയിട്ട് എന്താണ് നിങ്ങളുടെ എക്സാം ആയിരിക്കും വരുന്നുണ്ടാകുക. ഇനി സ്ട്രക്ചർ ഓഫ് ആറ്റം കംപ്ലീറ്റ്സ് ഓൺ ജൂൺ 6. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ജൂൺ 6 കൂടി കംപ്ലീറ്റ് ആകും. ജൂൺ 14 എന്ത് വരുന്നത്, നിങ്ങളുടെ ടെസ്റ്റ് വരുന്നത്. ഇനി നമ്മുടെ ബയോളജിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലിവിങ് വേൾഡിൻ്റെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, നമ്മുടെ കുട്ടികൾ അതിൻ്റെ ടെസ്റ്റ് എടുത്തു. ആൻഡ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ മെയ് 29 ചാപ്റ്റർ കഴിയും, ടെസ്റ്റ് വരുന്നത് ജൂൺ 8. ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂലിയൻ ഓൾജിബ്ര കംപ്ലീറ്റ് ചെയ്യുന്നത് മെയ് 29 എക്സാം വരുന്നത് ജൂൺ 8. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ്. ഓക്കെ, അവർ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, അതിൻ്റെ ടെസ്റ്റും കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വൈകിക്കുന്നത് ആരാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ അങ്ങനെയൊന്നും വൈകിക്കാതെ നേരത്തെ മുതൽ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വെറും ചാപ്റ്റർ അല്ല, അവർ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തു, അതിനുശേഷം നോട്ട്സ് വായിച്ചു, വർക്ക്ഷീറ്റ് ചെയ്തു, PYQ നോക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ചാപ്റ്റർ വൈസ് എക്സാം എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് അത്യാവശ്യം സമയം വേണം. ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയെങ്കിലാണ് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും ക്രിസ്റ്റൽ ക്ലിയർ ആവുക, നമുക്ക് അതിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റാം. ഓക്കെ, അപ്പം നിങ്ങൾ വൈകിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാമാണ് മിസ്സായിക്കൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ കുട്ടികളെ റിയലൈസ് ചെയ്യാം. നേരത്തെ പഠിച്ചു തുടങ്ങാം, എവിടെ പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. എക്സാമിനർ ആണെങ്കിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ച് ഉണ്ട്. നമുക്ക് സയൻസ് സബ്ജക്ട്സിനും അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമുക്ക് ബയോസ് നമ്മളുടെ സ്റ്റേറ്റ് സിലബസിനും CBSEക്കും നമ്മുടെ അഗ്നി ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, CBSEയിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഒരു CBSE കോർണർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആൻഡ് നമ്മളുടെ സ്റ്റേറ്റ് സിലബസിലുള്ള മക്കൾക്കാണെങ്കിൽ ഇത്രയും ആയിരിക്കും നമുക്ക് ലൈവ് ക്ലാസ് വരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസും ഇംഗ്ലീഷും അതുപോലെ ലാംഗ്വേജും നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും. ഇനി CBSEയിലുള്ള മക്കൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ക്ലാസ്സുകളാണ് ലൈവ് വരുന്നത്. ഇത്രയും സബ്ജക്ട്സിന് നമുക്ക് ക്ലാസ്സുകളില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന മക്കളാണെങ്കിൽ ലേറ്റ് ആവാതിരിക്കാം. ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ പ്രോസസ്സിലൂടെ നിങ്ങൾ പലതും മിസ് ചെയ്യും. ചാപ്റ്റർ പഠിച്ചു, പിന്നെ വേഗം അടുത്ത ചാപ്റ്ററിലേക്ക് പോകേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനോ PYQs ചെയ്യാനോ ഒന്നും സമയം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എവിടെ പഠിച്ചാലും നേരത്തെ പഠിക്കുക. എക്സാമിനറിൻ്റെ കൂടെ ആണെങ്കിൽ നമ്മുടെ സ്വന്തം അഗ്നി ബാച്ച് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബാച്ച് ഫീ എന്ന് പറഞ്ഞാൽ 4999 താല്പര്യമുള്ള മക്കളാണെങ്കിൽ ലേറ്റ് ആവാതെ വേഗം തന്നെ താഴേക്കാന്ന് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമുക്കിനി നമ്മുടെ ബാച്ചിൽ കാണാം.